ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ തിങ്കളാഴ്ചത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ വീക്കെൻഡ് പ്രൊമോ വന്നിട്ടുണ്ട്. വീക്കെൻഡ് പ്രൊമോ എന്ന് പറയാൻ പറ്റുമൊന്നുമില്ല, ചെറിയൊരു പ്രൊമോ അത് മാത്രമേ വന്നിട്ടുള്ളൂ. അതിൽ അശ്വിനെ കാണിക്കണമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ശ്രുതി അശ്വിന്റെ ഇല്ലാത്ത ഒരു ആബ്സെൻസിൽ അശ്വിനെ കുറിച്ചുള്ള ആലോചനകൾ മാത്രമേ കേട്ടോ. അശ്വിൻ എപ്പോ വരും, അശ്വിനായിട്ട് വഴക്കുണ്ടാക്കിയതും ആദ്യമായിട്ട് അശ്വിനെ കണ്ടതും ഒക്കെ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രുതിക്കാണെങ്കിൽ ഒരു സമാധാനം കേട്ടോ. ഏത് നേരവും കരച്ചിൽ തന്നെയാണ്. റൂമിലിരുന്ന് എപ്പോഴും കഥ കടച്ച് കരച്ചിൽ തന്നെയാണ് കേട്ടോ. ശ്രുതിയുടെ ഈ ഒരു അവസ്ഥ കാണുമ്പോഴേക്കും ആ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. അതിനുശേഷം പ്രീതിയാണെങ്കിൽ ശ്രുതിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ശ്രുതി എന്ന് വിളിക്കുകയാണ്. എന്താ ചേച്ചി, അല്ല ഇങ്ങനൊരാള് ഇവിടെ ഉണ്ടോ? ശ്രുതി ഉള്ളതായിട്ടേ തോന്നണില്ല. നീ എന്താ ശ്രുതി ഇങ്ങനെ ഉറങ്ങൂല്ല, ഭക്ഷണവും കഴിക്കുന്നില്ല? അശ്വിൻ സാറ് എപ്പോഴും പോയിരിക്കുന്നല്ലോ, 2 ദിവസം കഴിയുമ്പോഴേക്കും തിരിച്ചു വരില്ലേ? എനിക്കെന്തോ വല്ലാത്ത പേടി പോലെ തോന്നുന്നു ചേച്ചി എന്ന് ശ്രുതി പറയാണ്. പേടിയോ എന്തിന്? അല്ല അശ്വിൻ സാറിന് എന്തോ അപകടം പറ്റിയ പോലെയൊക്കെ എനിക്ക് തോന്നുക. എന്റെ ശ്രുതി, അത് നിനക്ക് വെറും തോന്നലാണ്. നമ്മൾ ഇഷ്ടപ്പെട്ടവരെ കുറച്ച് ദൂരെ അങ്ങോട്ട് മാറി നിൽക്കുമ്പോൾ നിനക്ക് മാത്രല്ല എല്ലാവർക്കും അങ്ങനത്തെ ഒരു തോന്നലുണ്ടാവും. അവർക്ക് എന്തിനു സംഭവിക്കോ, അവര് സുരക്ഷിതമായിട്ട് വീട്ടിലെത്തോ എന്നുള്ള പേടി എല്ലാവർക്കും ഉണ്ടാവും മോളെ. അത് നിനക്ക് മാത്രമല്ല, നീ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ. അശ്വിൻ സാറ് ആദ്യമായിട്ടൊന്നല്ലല്ലോ ലണ്ടനിലേക്ക് പോണത്. ബിസിനസ് ആവശ്യത്തിന് വേണ്ടി എത്രയോ രാജ്യങ്ങളിൽ പോകുവാണ്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. സത്യം പറഞ്ഞാൽ നിന്നെ കല്യാണം കഴിച്ചതിന് ശേഷം അശ്വിൻ സാർ ആദ്യമായിട്ടല്ലേ ഇത്രയും ദൂരം മാറി നിൽക്കുന്നത്. അതിന്റെ ഒരു വിഷമമാണ് നിനക്ക്. നീ വിഷമിക്കൊന്നും വേണ്ട. ഇന്നല്ലെങ്കിൽ നാളെ അശ്വിൻ സാർ വരുമല്ലോ എന്ന് പറയണം. ശ്രുതി പറയണ്ട്, അങ്ങനെയല്ല ചേച്ചി, എനിക്കെന്തോ വല്ലാതെ പേടി പോലെ തോന്നുന്നു. അതെന്താ നിനക്ക് ഇത്ര പേടി? എന്താ ശ്രുതി, എന്തിനു പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കാണ്. അത് ചേച്ചി വേറൊന്നല്ല, ശ്യാമ് തന്നെയാ പ്രശ്നം. എനിക്ക് ശ്യാമിന്റെ കാര്യത്തിൽ എന്തൊക്കെയോ സംശയങ്ങളുണ്ട് ചേച്ചി. സംശയങ്ങളോ? എന്ത് സംശയങ്ങള്? അല്ല ശ്യാമ എന്തേലും ഇതിന്റെ ഇടയിൽ കയറി കളിക്കുന്നുണ്ടോന്ന് വരെ എനിക്ക് പേടിയാവുന്നുണ്ട്. അയാൾക്ക് അതിനുള്ള ധൈര്യം ഒന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ശ്രുതി. അശ്വിൻ സാറിനെ അയാൾക്ക് ഭയങ്കര പേടിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴേ അഞ്ജലി ചേച്ചിനെ ഉപേക്ഷിച്ച് അയാൾ പോയാനെ. ചേച്ചി, അഞ്ജലി ചേച്ചിനെ ഉപേക്ഷിച്ച് പോകാത്തതിന് ഒരു കാരണമേ ഉള്ളൂ, അയാൾക്ക് സ്വത്തുക്കൾ വേണമല്ലോ. അതുകൊണ്ട് അഞ്ജലി ചേച്ചിനെ ഉപേക്ഷിച്ച് പോവാത്തത്. പക്ഷെ അയാളൊരു ഫ്രോഡാണ് ചേച്ചി. അയാളെ വിശ്വസിക്കാൻ കൊള്ളില്ല. അയാള് അശ്വിൻ സാറിനെ എന്ത് ചെയ്യാനും വേണമെങ്കിലും മടിക്കില്ല എന്ന് പറയണം. ശ്രുതി, അതൊക്കെ നിന്റെ തോന്നലാണ്. ശ്യാം ഒരു ഫ്രോഡൊക്കെ തന്നെയായിരിക്കാം. പക്ഷെ അശ്വിൻ സാറിന് എന്തിനു ചെയ്യാനുള്ള ധൈര്യം അയാൾക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. നീ വിഷമിക്കില്ല ശ്രുതി, ഇതൊക്കെ നിന്റെ തോന്നലാണെന്ന് ഞാൻ പറഞ്ഞില്ലേ മോളെ. നോക്ക്, നാളെ ആവുമ്പോഴേക്കും അശ്വിൻ സാർ ഇങ്ങോട്ട് വരും. അപ്പൊ നിന്റെ പേടിയും ടെൻഷനും എല്ലാം മാറിക്കിട്ടും. എന്റെ മോള് വിഷമിക്കണ്ട കേട്ടോ എന്നൊക്കെ പ്രീതി പറയാണ്. പക്ഷെ ശ്രുതിക്ക് ഒരു സമാധാനം ഇല്ല കേട്ടോ. അങ്ങനെ മുത്തശ്ശി ശ്രുതിനെ വിളിപ്പിക്കുന്നുണ്ട്. ശ്രുതി, എന്താ മുത്തശ്ശി? അല്ല നീ എന്താ ശ്രുതി ആരോടും മിണ്ടുന്നില്ല? ഏത് നേരം കഥ കടിച്ച് റൂമിൽ തന്നെ ഇരിപ്പാണല്ലോ. എന്താ അശ്വിൻ കുഞ്ഞെ വിളിക്കാത്തോണ്ടാണോ? അത് മാത്രല്ല മുത്തശ്ശി, എനിക്കെന്തോ വളരെ പേടി പോലെ തോന്നുന്നു. അശ്വിൻ സാറ് വിളിക്കുന്നുമില്ല, എന്നെന്നല്ല ഈ വീട്ടിൽ ആരെയും വിളിക്കുന്നുമില്ല, ഒന്ന് സംസാരിക്കുന്നു പോലുമില്ല. ഒരു മെസ്സേജ് വന്നത് മാത്രമേ ഉള്ളൂ, അല്ലാതെ അശ്വിൻ സാർ നമ്മളെ ആരെയും വിളിച്ചിട്ടില്ലല്ലോ. അത് നീ പറഞ്ഞ ശരിയാണ്. സാധാരണ അവൻ ഇവിടുന്ന് ലണ്ടനിലേക്കോ എവിടേക്ക് പോവാണെങ്കിലും അഞ്ജലിനെ വിളിക്കാതിരിക്കില്ല. അവൾ കറക്റ്റായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ടോ, അവൾക്ക് എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ എന്നൊക്കെ ചോദിച്ച് അവനൊരു 100 വട്ടം വിളിക്കണതാണ്. ഈ പ്രാവശ്യം എന്തു പറ്റിയെന്ന് അറിയില്ല എന്ന് പറയാണ്. എന്താ നീ പേടിക്കൊന്നും വേണ്ട, ചിലപ്പോ ഇതിന് തിരക്കായിട്ടായിരിക്കോ. എന്ത് തിരക്ക്? ബിസിനസ് ആവശ്യത്തിന് വേണ്ടി പോയതല്ലല്ലോ. എനിക്കെന്തോ വല്ലാതെ പേടിയൊക്കെ തോന്നണേ. അല്ല നിനക്കിങ്ങനെ പേടി തോന്നാൻ കാരണം എന്താണ്? അശ്വിന് അങ്ങനെ എന്തെങ്കിലും ഭീഷണിയോ കാര്യങ്ങളോ ഉണ്ടോ? അങ്ങനെ അശ്വിന് ശത്രുക്കളൊന്നും അല്ലല്ലോ ശ്രുതി എന്ന് മുത്തശ്ശി പറയുമ്പോ ശ്രുതി അപ്പൊ തന്നെ ശ്യാമിനെ നോക്കാട്ടോ. മെയിൻ ശത്രു ആണല്ലോ വീട്ടിൽ നിൽക്കണത് എന്ന രീതിയിൽ മുത്തശ്ശി പറയുന്നത്. ഇതൊക്കെ നിന്റെ പേടി കാരണമാണ്. നീ വിഷമിക്കൊന്നും വേണ്ട ശ്രുതി, എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞ് ശ്രുതിനെ ആശ്വസിപ്പിക്കുകയാണ് മുത്തശ്ശി. ശ്രുതി അപ്പോഴും ആകെ വിഷമിച്ച് റൂമിൽ പോയി കരഞ്ഞോണ്ടിരിക്കട്ടോ. ശ്രുതിയുടെ വിഷമം കാണുമ്പോഴേക്ക് അഞ്ജലിക്കും വിഷമമാവുന്നുണ്ട്. അങ്ങനെ ഇവർ ഒരുമിച്ച് അമ്പലത്തിലേക്കൊക്കെ പോകുന്നുണ്ട്. തിരിച്ചു വരുന്ന സമയത്ത് ശ്രുതിനെ അഞ്ജലി വിളിക്കുന്നുണ്ട്. ശ്രുതി ഒന്ന് നിൽക്കുന്ന പറയാണ്. എന്താ അഞ്ജലി ചേച്ചി? അതെ, നിന്റെ വിഷമം കണ്ടിട്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഞാൻ നിനക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടി പോവാ. സർപ്രൈസോ? എന്ത് സർപ്രൈസ്? നീ പറ, എന്തായിരിക്കും സർപ്രൈസ്? ഇപ്പൊ നീ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആ ഒരു സർപ്രൈസ് ഞാൻ തരാൻ പോണത്. നീ ആലോചിച്ച് നോക്ക്, എന്തായിരിക്കും ആ സർപ്രൈസ് എന്ന്. അപ്പൊ ഇത് കേട്ടുകൊണ്ട് ശ്യാം അവിടെ ആ സ്റ്റെപ്പിന്റെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. ശ്രുതി ഇങ്ങനെ പറഞ്ഞിട്ട്, എനിക്ക് മനസ്സിലാവുന്നില്ല ചേച്ചി, എന്താ സർപ്രൈസ്? ചേച്ചി തന്നെ പറഞ്ഞോ എന്ന് പറയാണ്. എങ്കിൽ നീ കേട്ടോ. കുഞ്ഞൻ ലണ്ടനിലേക്കാണല്ലോ. അവൻ സാധാരണ ലണ്ടനിൽ പോയിക്കിന് അവിടെ ഒരു ഫ്ലാറ്റ് ഉണ്ട്, അവിടെയാ നിൽക്കാറ്. അവൻ ഈ പ്രാവശ്യം അവിടെ തന്നെയാ പോണെന്നാ എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് അവിടേക്കുള്ള ഒരു ടിക്കറ്റ് ഞാൻ നിനക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. നീ ഒന്നും നോക്കണ്ടതെ, ഇന്ന് തന്നെ നിനക്ക് പോകാം. ഇനി അശ്വിന്റെ കൂടെ തിരിച്ചു വന്നാൽ മതി. വേണമെങ്കിൽ നിങ്ങൾ കുറച്ചു ദിവസം അവിടെ സ്പെൻഡ് ചെയ്തോ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയാണ്. ശ്രുതിക്ക് ഭയങ്കര സന്തോഷാവട്ടോ. സത്യമാണ് ചേച്ചി പറയുന്നത്. പിന്നെ സത്യമല്ലാതെ ഇന്ന ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് രാമേട്ടന്റെ കയ്യിൽ നിന്ന് ആ ടിക്കറ്റ് വാങ്ങിയിട്ട് അഞ്ജലി ശ്രുതിയുടെ കൈകളിലേക്ക് കൊടുക്കട്ടെ. ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാണ്. അത് കേൾക്കുമ്പോൾ ശ്യാമിന് ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട്. ശ്യാം അഞ്ജലിയുടെ അടുത്ത് പറയണ്ട്,
അല്ല, എന്തിനാ ഈ ടിക്കറ്റും കാര്യങ്ങളൊക്കെ? അതിന് ഇവൾക്ക് പാസ്പോർട്ടും അതിന് ടിക്കറ്റൊക്കെ നേരത്തെ ബുക്ക് ചെയ്യണ്ടേ? ഒന്നും ശരിയാക്കിയിട്ടില്ലല്ലോ. പിന്നെ എന്തിനാ ഇവൾക്ക് ഇങ്ങനെ പെട്ടെന്നൊക്കെ എങ്ങനെ പോകാൻ പറ്റുന്നത് എന്ന് ശ്യാം ചോദിക്കുമ്പോ അഞ്ജലി പറഞ്ഞിട്ട് എല്ലാം ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ഇന്ന് 2 മണിക്കാ ഫ്ലൈറ്റ്. ശ്രുതി സമയമില്ല കേട്ടോ, എത്രയും പെട്ടെന്ന് റെഡി ആയിക്കോ എന്ന് പറയാണ്. ശ്രുതിക്ക് സന്തോഷാവാണ്. ശ്രുതി ഇട്ട ഡ്രസ്സിനെ ഇട്ടിട്ട് പോകാൻ വേണ്ടി നിക്കാട്ടോ. അപ്പൊ ശ്രുതി 2-3 ഡ്രസ്സൊക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ പ്രീതി ഭയങ്കര വിഷമത്തിലാട്ടോ. ശ്രുതി സൂക്ഷിച്ചൊക്കെ പോണം കേട്ടോ, നീ ആദ്യമായിട്ടാ ഇത്ര ദൂരെ യാത്ര ചെയ്യാൻ പോണത്, അത് ഫ്ലൈറ്റ് നമ്മൾ കണ്ടിട്ട് പോലും ഇല്ല ജീവിതത്തില്. അതിനുശേഷം നീ ഇപ്പതേ ഫ്ലൈറ്റിൽ പോകാൻ പോണു. സാരില്ല ചേച്ചി, എനിക്ക് അശ്വിൻ സാറിനെ കാണാലോ, ആ ഒരു വിചാരം മാത്രമേ എനിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞത് ഈ ഒരു ഭാഗമായിരുന്നു. ശ്രുതി അങ്ങനെ പോകുന്ന സമയത്ത് ഒരാളുടെ കോള് വന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അത് ആരുടെ കോളാന്നിട്ട് പറയാൻ പോണത്. അങ്ങനെ ഫ്ലൈറ്റില് പോകാൻ വേണ്ടി ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്താണ് ശ്രുതിക്ക് ഒരു കോള് വരിക കേട്ടോ. ശ്രുതി ഭയങ്കര സന്തോഷത്തിലാണ് ഇങ്ങനെ അശ്വിൻ സാറിനെ കാണാലോ എന്നൊക്കെ സന്തോഷത്തിലാണ് ഇങ്ങനെ പോണത്. ആ സമയത്ത് ശ്രുതിയുടെ ഫോണിലേക്ക് കോള് വരുമ്പോൾ ശ്രുതി തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട്. മുത്തശ്ശി മഞ്ജലിയൊക്കെ ചോദിക്കുന്നുണ്ട്, നീ എന്താ തിരിച്ചു വന്നത്, നീ എന്താ ഫ്ലൈറ്റിനെ പോവാതിരുന്നത്, ലണ്ടനിലേക്ക് പോവാത്ത എന്താന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി അതിനൊന്നും മറുപടി പറയുന്നില്ല. ശ്രുതി വേഗം തന്നെ അകത്തേക്ക് കയറി പോവാണ്. അത് വേറൊന്നല്ല, കാരണം ശ്രുതിനെ ലണ്ടനിൽ നിന്നിട്ട് നമ്മുടെ അശ്വിൻ അവിടെ നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് ആ ഒരു പുള്ളിക്കാരൻ ശ്രുതിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അശ്വിൻ സാറിന്റെ നമ്പർ വേണം, അശ്വിൻ സാർ വരാന്ന് പറഞ്ഞിട്ട് വന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അയാൾ വിളിച്ചത്. അപ്പൊ അത് കേൾക്കുമ്പോൾ ശ്രുതിക്കും അത് ഷോക്ക് ആവാണ്. അങ്ങനെയുണ്ട് ശ്രുതി മനസ്സിലാക്കുന്നത് അശ്വിൻ ലണ്ടനിൽ ഇല്ല എന്നുള്ള സത്യം. അത് മനസ്സിലാക്കുന്ന ശ്രുതി ഈ കാര്യം അങ്ങനെ വീട്ടിൽ പറയും. വീട്ടിൽ പറഞ്ഞാൽ ആർക്കും സഹിക്കാൻ പറ്റില്ല. അഞ്ജലി ചേച്ചിക്കാണെങ്കിൽ പിന്നെ ഇതും മതി ടെൻഷൻ അടിക്കാനായിട്ട്. അപ്പൊ ഇത് എങ്ങനെയെങ്കിലൊക്കെ ഈ കാര്യം ഹാൻഡിൽ ചെയ്തേ പറ്റൂ. അതുകൊണ്ട് ശ്രുതി വലിയൊരു കള്ളം പറയാട്ടോ, വേറൊന്നുമല്ല, അശ്വിൻ തന്നെ വിളിച്ചിരുന്നെന്നും അശ്വിൻ നാളെ കഴിഞ്ഞിട്ട് ഒരു വലിയൊരു ബിസിനസ് കാര്യങ്ങൾക്ക് വേണ്ടി അവിടെ നിൽക്കുവാണെന്നും 2 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ, അതുകൊണ്ട് ആരും ടെൻഷനൊന്നും അടിക്കേണ്ട, ഞാൻ പോകേണ്ട കാര്യമൊന്നുമില്ല, അശ്വിൻ എത്രയും പെട്ടെന്ന് വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കള്ളം ശ്രുതി അവിടെ പറയാണ്. അപ്പൊ ശ്യാം ഇങ്ങനെ വിചാരിക്കും, ഇവളെന്തെങ്കിലും കള്ളമൊക്കെ പറയണത്, മാത്രല്ല ഇവള് ലണ്ടനിലേക്ക് പോവാൻ നിന്നവളല്ലേ, പിന്നെ ഇങ്ങനെ തിരിച്ചു വന്നത്. അപ്പൊ ശ്യാമിനും വല്ലാത്ത ഡൗട്ടൊക്കെ തോന്നും കേട്ടോ. അങ്ങനെ ശ്രുതി പിന്നീട് ഇങ്ങനെ ആലോചിക്കണം. അപ്പൊ അശ്വിൻ സാറിന് എന്തോ അപകടം പറ്റിയിട്ടുണ്ടെന്ന് ശ്രുതിക്ക് മനസ്സിലാവാണ്. അപ്പൊ എന്ത് അപകടമാണെന്ന് മാത്രം ശ്രുതിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ശ്രുതി അതും ആലോചിച്ചിട്ട് കരഞ്ഞോണ്ടിരിക്കട്ടെ, വല്ല അപകടം സംഭവിച്ചാണോ, ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കിടക്കുവാണോ, അതാരും തട്ടിക്കൊണ്ടു പോയതാണോ, ഒന്നും മനസ്സിലാവാതെ ശ്രുതി ഇരിക്കുന്ന സമയത്താണ് ശ്യാമിനെ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രുതി തീരുമാനിക്കുന്നത്. അങ്ങനെ ശ്യാമിനെ ഫോളോ ചെയ്ത് ശ്രുതി പോകുമ്പോഴാണ് ആ ഒരു വലിയ സത്യം മനസ്സിലാക്കുന്നത്. തന്റെ അശ്വിൻ തന്റെ തൊട്ടടുത്ത് തന്നെയുണ്ട്, ശ്യാം ബന്ധിച്ചിരിക്കുകയാണെന്നുള്ള സത്യം. അങ്ങനെ ശ്രുതി ആ ഒരു സ്ഥലം കണ്ടുപിടിക്കുന്നുണ്ട്. ശ്രുതി കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് അശ്വിനെ രക്ഷിക്കാൻ വേണ്ടി പോകുന്ന ഭാഗമാണ് നമ്മൾ അടുത്ത ആഴ്ച കാണാൻ വേണ്ടി പോണത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ പ്രണയം തുടങ്ങുന്നത് അടുത്ത ആഴ്ച തന്നെയായിട്ട്. കാരണം ശ്രുതി കഷ്ടപ്പെട്ട് അശ്വിൻ അന്വേഷിച്ച് അവിടെ എത്തും, ശ്യാമിൽ നിന്നിട്ട് അശ്വിനെ രക്ഷിക്കുന്നു. അപ്പൊ പിന്നെ ശ്രുതിനെ തെറ്റിദ്ധരിക്കേണ്ട കാര്യമൊന്നും അശ്വിനില്ലല്ലോ, കാരണം അത്ര കഷ്ടപ്പെട്ടാണ് ശ്രുതി അവിടെ വന്നതെന്ന് അശ്വിനെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അശ്വിൻ ശരിക്കും ശ്രുതിനെ പ്രണയിക്കാൻ പോകുന്ന ഭാഗങ്ങളായിട്ട് നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.